പ്രിയമുള്ള ചെറുപ്പക്കാരാ, കൊതിക്കണമടാ പൊന്നമൂര്. ആഡിറ്റോറിയത്തിൽ കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ പുറകിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയാര് തങ്ങള്, ഞാൻ മരിച്ചുപോയാ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കല്ലോ അലിയേ, എന്നെ രാത്രിയില് കൊണ്ടുപോയി കബറടക്കാവൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ തന്റെ ഭർത്താവിനോട് പറയുകയാ, എന്നെ രാത്രിയില് കബറടക്കാവൂ, പകല് കബറടക്കല്ലോ അലിയേ. അലിയാര് തങ്ങള് കരന്നുകൊണ്ട് ചോദിച്ചു, എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? അവിടെന്ന് പറയുന്നു, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. എന്നെ പകലാടെ കബറടക്കാൻ കൊണ്ടുപോകുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാകുമല്ലോ അലിയേ. എന്റെ മയ്യത്തിങ്ങനെ ചുമന്നു കൊണ്ടുപോകുമ്പോ എന്റെ ശരീരത്തിന്റെ വടിവര് കാണുമല്ലോ അലിയേ. ഈ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാനാ എന്റെ പ്രിയമുള്ള പെങ്ങളെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിന്നെ കെട്ടിയവനെ പറഞ്ഞാൽ അനുസരിക്കല്ലേ പെങ്ങള്, അനുസരിക്കല്ലേ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, കണക്കൊടുപ്പ് കാണിക്കുന്നവരോട്, അഹങ്കാരം കാണിക്കുന്നവരോട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ മരണം എങ്ങനെയെന്നറിയുവോ? മരിക്കുന്ന സമയമുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് ഫാത്തിമ കരന്നുകൊണ്ട് പറയുന്നു, അലിയാര് തങ്ങള്, പോവുകയാ അലിയേ, പോവുകയാ അലിയേ, എനിക്കൊന്ന് പൊരുത്തം തരുമോ അലിയേ? എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെടണേ എന്ന് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, അലിയാര് തങ്ങളുടെ വാദ, അലിയാര് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് അങ്ങനെ പറയല്ലേ ഫാത്തിമ, എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല ഫാത്തിമ. ഇവരുടെ ജീവിതം എങ്ങനെയെന്നറിയുവോ? അവർക്ക് പണമില്ലായിരുന്നു, അവർക്ക് വാഹനങ്ങളില്ലായിരുന്നു, അവർക്ക് കൊട്ടാരം പോലെയുള്ള വീടില്ലായിരുന്നു, ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറില്ലാത്ത കുടുംബമായിരുന്നു. അവരുടെ ചരിത്രം വായിക്കണമോ? അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം തന്റെ പൊന്നുമോളുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ഫാത്തിമ ബീവിയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചിൽ കേൾക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല രണ്ടുപേരും വീടിനകത്ത് കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, മക്കള് കരയുന്നു മോളെ, പാല് കൊടുക്ക് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് കടന്നു ചെന്നു. നമസ്കരിക്കുന്ന സമയത്ത് മുഴുവനും കുഞ്ഞുങ്ങളുടെ കരച്ചിലാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ള വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്ക് മോളെ. രണ്ടാമതും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു. എന്നിട്ടും തന്റെ പൊന്നാര മക്കളുടെ കരച്ചിൽ കേട്ടിട്ട് റസൂലുള്ളാഹിന് വല്ലാത്ത ദേഷ്യം വന്നു. വീട്ടിലേക്ക് ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഒരുപാട് വഴക്ക് പറയുകയാ. കരുണയില്ലേ ഫാത്തിമ, നിന്റെ ഹൃദയം കല്ലായി പോയോ? ഈ മക്കള് രണ്ടുപേരും വിശന്ന് വിശന്ന് കരയുമ്പോ നിനക്കൊന്ന് ഭക്ഷണം കൊടുക്കാനൊന്ന് പാല് കൊടുക്കാ നിനക്ക് മനസ്സില്ലാതെ പോയോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളെ വഴക്ക് പറയുമ്പോ ഫാത്തിമയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം വഴക്ക് പറയുന്നത് വാപ്പയാ. ആ ഫാത്തിമ ബീവിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. മുഖം പൊത്തി പിടിച്ചിട്ടിരുന്ന് കരയുകയാ.
റസൂലുള്ളാഹിനെ സഹിച്ചില്ല. തന്റെ കരളിന്റെ കഷ്ടമാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവിയുടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് മാ യബ്കീകി യാ ഫാത്തിമ, ഉപ്പാന്റെ പൊന്നുമോൾ എന്തിനാ കരയുന്നത്? എന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്ന ഉപ്പാ, ഭക്ഷണം കണ്ടിട്ട് എത്രയോ നാളുകളായി, ഭക്ഷണം കടിച്ചിട്ട് എത്രയോ നാളുകളായി. എന്റെ ഭർത്താവും ഞങ്ങളും പടച്ചിറപ്പേ കാരക്കയും വെള്ളവും കുടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ഞങ്ങളെ നോമ്പാവാ. എന്റെ മക്കള് രണ്ടുപേരും വിശന്ന് കിടന്ന് കരഞ്ഞപ്പോ അവര് പാല് കൊടുക്കുന്നതിന് വേണ്ടി, അവർക്ക് പാല് കൊടുക്കുന്നതിന് വേണ്ടി എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തപ്പോ അവര് പാല് ചുരത്തിയപ്പോ എന്റെ മാറിടത്തിലൂടെ എന്റെ പാല് പറ്റിയിട്ട് രക്തം വരുന്നു. വാപ്പാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോവുകയാ. കാരണം പട്ടിണി കിടന്നിട്ട് തന്റെ പൊന്നുമോളുടെ മാറിടത്തിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വാപ്പയ്ക്കാ താങ്ങാ കഴിയാ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണങ്ങ് നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂലും ഉണ്ടാതെ ഇറങ്ങുകയാണ്. വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് പഠിച്ചു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ ലോകത്തിന്റെ നേതാവ് നടക്കുകയാ. അവസാനം ഒരുപാട് നടന്നു. ഒരു യഹൂദിയുടെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, മനുഷ്യ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യനറിയില്ല ഇത് റസൂലുള്ളയാണെന്ന്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഈ കാണുന്ന ഈന്തപ്പന നിറങ്ങളുണ്ടല്ലോ, വെള്ളം കോരിയിട്ട് നനച്ചാൽ ഒരു തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്കന കൂലി തരാമെന്ന് പറയുമ്പോ ഈ ലോകത്തിന്റെ നേതാവ് തൊട്ടിയും കയറമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് ചെന്നിട്ട് വെള്ളം കോരുകയാ. ഓരോ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നൊഴിക്കുകയാണ്. 3 തൊട്ടി വെള്ളം കോരി 4ാമത് വെള്ളം കോരുന്നതിന് വേണ്ടി തൊട്ടിയെടുത്ത് കിണറ്റിലേക്ക് ഇടുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണു പോവുകയാണ്. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാ. ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തടിക്കുകയാ. പ്രവാചകനൊന്നും മിണ്ടിയില്ല. കാരണം ഫാത്തിമയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്, ഹസൻ ഹുസൈൻ തങ്ങളെയാണ് ഓർമ്മ വരുന്നത്. അവസാനം കിണറ്റിനകത്ത് വീണ് പോയ തൊട്ടിയെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ യഹൂദിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ചോദിച്ച്, എന്റെ കൂലിയൊന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. യഹൂദി 9 കാരക്കയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. റസൂലുള്ള ചിരിച്ചുകൊണ്ട് ഓടുകയാ. തന്നെ തല്ലിയവന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് തളർന്നു കിടക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കാരക്ക പൊളിച്ചു കൊടുക്കുകയാ. ആർത്തിയോടെ ഹസനും ഹുസൈനും കഴിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ബിരിയാണിയല്ല തിന്നുന്നത്, വയറ് നിറച്ച് ഭക്ഷണമല്ല കഴിക്കുന്നത്. ഒരു കാരക്കയുടെ വലിപ്പം എനിക്കും നിങ്ങൾക്കും അറിയാമല്ലോ. അല്ലാഹുവിന്റെ റസൂല് വെച്ചു കൊടുക്കുന്നു. ഹസൻ ഹുസൈൻ തങ്ങളെ തിന്നുകയാണ്. അവരുടെ വയറിന്റെ ഉള്ളിലേക്ക് അല്പം ഭക്ഷണം ചെന്നു കഴിഞ്ഞപ്പോ അവര് 2 പേരും ഒന്ന് പുഞ്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമായി ബാക്കി വന്ന കാരക്കയെടുത്ത് പൊന്നാര മകളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ആ വാപ്പ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളോട് അവിടെന്ന് പറഞ്ഞു, മോളെ ഫാത്തിമ, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ ഫാത്തിമ. ആ പ്രിയപ്പെട്ട പൊന്നുമോളാട് മരിക്കുന്ന സമയം തന്റെ ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് പൊരുത്തം ചോദിക്കുകയാ. ഏത് വാപ്പയുടെ മകളെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ.
18 വയസ്സുള്ള പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നു. ആ ഭാര്യയുടെ നെഞ്ചത്തെ ഇങ്ങനെ ചാരിയിരുന്നിട്ട് വാപ്പ ലോകത്തോട് യാത്ര പറയുകയാ. ആ വാപ്പയുടെ പൊന്നുമോള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്ന് പൊരുത്തം ചോദിച്ചിട്ട് പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പ്രായമുള്ള ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ നല്ല മക്കള് വേണോടാ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കള് വേണോ? അല്ലാഹുവേ നിന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്ന ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കള് നിനക്ക് വേണോ? ഒന്ന്, പെണ്ണ് കെട്ടുന്ന സമയത്ത് അവൾക്ക് ദീനുണ്ടോ എന്ന് നോക്കണേ മോനെ. രണ്ട്, നിന്റെ വിവാഹം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പള്ളിക്കകത്ത് വെച്ച് നടത്തണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്താ ബോറടിച്ചു തുടങ്ങിയ 10:15 കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് എന്ത് നിർത്താറായ 1.25 മണിക്കൂറായില്ലേ? 9 മണിക്കൂർ തുടങ്ങി. ഇൻഷാ അല്ലാഹ് 10:30 ആകാറായി. നിർത്താറായ പറ മനുഷ്യന്മാരെ, നിർത്താറായ? ഞാൻ എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ വരെ വന്നു. ഇനിയിപ്പോൾ രാത്രി അങ്ങ് തിരുവനന്തപുരം വരെ ഓടിക്കാൻ പോയി. ഇവിടെ കാണാൻ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ പോത്തേ ഉള്ളൂ. ഇപ്പം എന്ത് വേണം? കല്യാണം കഴിഞ്ഞ് നിൽക്കുകയല്ലേ, ഒന്ന് മണിയറയ്ക്കകത്ത് കയറണ്ടേ, എന്നിട്ട് പോകാം. ഇൻഷാല്ലാഹ് കുറച്ചു നേരം കൂടി ഇരുന്നൂടെ? ബാക്കിയും കൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്ക്. പൊക്കിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ മുത്തല്ലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പൈസയും ഞാൻ ചോദിക്കും. അപ്പോഴതുപോലെ ഒന്ന് പൊക്കിക്കോണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാതെ വാരി കൂട്ടി വെച്ചിട്ട് എന്ത് കിട്ടാനാ? നിന്റെ മക്കൾ നിന്നെ നോക്കൂ. വാരി സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് വെച്ചിട്ട് നിനക്കെന്നാ കിട്ടാനാ? നിന്റെ മക്കൾ മരിച്ചാൽ മയ്യത്ത് പോലും കുളിപ്പിക്കാൻ അറിയത്തില്ല. ഓന് വേണ്ടി കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? അറിയോ? കഷ്ടപ്പെട്ട് വീട്ടിൽ കുറെ എണ്ണത്തിനെ പോറ്റി വളർത്തുന്നില്ലേ? ഓന് നിന്റെ മയ്യത്തെങ്കിലും കുളിപ്പിക്കാൻ അറിയും? പള്ളിയിൽ കൊണ്ടുപോകുമ്പോ ഉസ്താദ് നിസ്കരിക്കും, അവൻ പുറകെ നിന്ന് കൈയിട്ടു. അല്ലാതെ ഉസ്താദിനോട് പറയത്തില്ല ഞാൻ കെട്ടാൻ, അവൻ അറിയില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കണ മക്കളെ കാണത്തുള്ളൂ നിങ്ങളെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ കല്യാണം കഴിഞ്ഞു, രണ്ടുപേരും മണിയറയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ ചർച്ചയാണ്. ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ചർച്ചയാ. പഴയ കെട്ടുകളൊക്കെ അഴിക്കും. എന്നിട്ട് ഇവർക്ക് എത്ര മക്കൾ വേണം? കല്യാണം കഴിച്ച് മണിയറ കയറി ഇരുന്നതേ ഉള്ളൂ. അപ്പോഴേ മക്കളുടെ കാര്യം ചർച്ച ചെയ്യും. പക്ഷെ ഇന്ന് ഇതൊക്കെ പണ്ടത്തെ കാര്യം പറയണം. ഇപ്പൊ ഇതൊന്നുമില്ല. ഇതൊക്കെ പണ്ടത്തെ കാര്യം. ഇപ്പൊ പിന്നെ കല്യാണ പയ്യനും പെണ്ണിനും ചോദിക്കാനൊന്നുമില്ല. കാരണം കല്യാണത്തിന്റെ മുമ്പേ എല്ലാം ചോദിച്ചു വെച്ചിരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെണ്ണ് വന്നു 18 കൊല്ലം 19 കൊല്ലം അള്ളാനെ പോറ്റി അള്ളാഹു പേടിച്ച് വളർത്തൊരു പൊന്നുമോളെ സ്കൂളിൽ പഠിക്കണ കാലത്തെങ്ങാണം വീട്ടിലൊരു മിസ് കോൾ വന്ന ഉമ്മ മകളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കാരാ വിളിച്ചത് അല്ലേ? തന്റെ പ്രിയപ്പെട്ട 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന ഒരു പൊന്നുമുക്ക് ഒരു മിസ് കോള് വന്ന വാപ്പയും ഉമ്മയും ചോദിക്കും. പക്ഷെ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് മോളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം ഉറപ്പിച്ചൊന്നുമില്ല, ഒരു മോതിരം കയ്യിലിട്ടിട്ട് പോകും. ഒരു മോതിരവോ ഒരു മാലയോ അങ്ങനെ ഇട്ടിട്ട് പോകും. അവിടെ അങ്ങനെ ഉണ്ടല്ലോ, എന്താ പറയാ, വളയിടിയിൽ നടത്തി കഴിഞ്ഞാ പിന്നെ ഇവൻ ഫോൺ വിളിക്കുമ്പോ ഉമ്മ എടുത്തുകൊണ്ട് മോളുടെ കൈ കൊടുത്തിട്ട് പറയുന്നത് ആ വിളിക്കുന്നത് വ്യഭിചരിച്ചോ. നിങ്ങൾ സ്വന്തം ചിന്തിക്ക്. കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒരുത്തം വന്ന് കണ്ടിട്ട് ഒരു 2 ഗ്രാമിന്റെ മോതിരം ഇട്ടിട്ട് പോയതേ ഉള്ളൂ. ഉമ്മ കൊണ്ട് കൊടുത്തിട്ട് പറയുന്ന മോളെ വിളിച്ചോ, അവൻ വിളിക്കുന്ന സുള്ളിക്കോ എത്ര വേണമെങ്കിലും അല്ലേ? പാപ്പ മിണ്ടൂല, ഉമ്മ മിണ്ടൂല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപ്പ നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ഒരിക്കലും രക്ഷപ്പെടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതുണ്ട. എന്തിനാ നീ ഇത് മാത്രം ചെയ്യണേ? നിന്റെ ബെഡ്റൂമും കൂടെ മൂക്കും അവനെ കൂടെ വിളിച്ചിട്ട് കൂടെ നിക്കാഹൊക്കെ പിന്നെ ഇത്രയും ചെയ്യാമെങ്കിൽ പിന്നെ അത് മാത്രം എന്തിനാ നിർത്തി വെക്കണേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് നിന്റെ ബെഡ്റൂമും കൂടെ മണിയറയും കൂടെ ഒരുക്കിയിട്ട് കയറ്റി രണ്ടിനെ വിട്. നിക്കാഹൊക്കെ പിന്നെ മക്കളായിട്ടായാലും നടത്തിയാൽ മതിയല്ലോ. ബാക്കിയൊക്കെ നിനക്ക് അനുവദനീയമല്ലേ? അള്ളാഹു നിന്നെയൊക്കെ വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ പടച്ചവന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവന് 3 വിഭാഗമാണ്. അള്ളാഹു കരുണ കാണിക്കില്ല, മുഖത്ത് നോക്കില്ല, ഒരു ദയയുടെ നോട്ടം പോലും കിട്ടാത്ത 3 വിഭാഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയുമ്പോ ഇഷ്ടപ്പെടൂല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പറയും നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്നെ കൂടിപ്പോയ തല്ലുമായിരിക്കില്ലേ? ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്നെ തല്ലുമായിരിക്കും. മരിച്ച സ്വർഗം കിട്ടും. ഇത്തിരി നേരത്തെ പോയാൽ അത്രയും നല്ലത്. എന്തിനാ ഇങ്ങനെ ജീവിക്കണേ? ഉള്ള നേരത്തെ പോയാൽ ഞങ്ങൾ ചായക്ക് ഇതായിരിക്കണം. ഉസ്താദ് എത്ര കൊല്ലം കൊണ്ടിരിക്കണ്? ഉസ്താദ് എത്ര വയസ്സുണ്ട്? ഉസ്താദ്
60-70 കണ്ട 60 കഴിഞ്ഞു. എന്നെക്കാളും 30 വയസ്സ് കൂടുതലാണ്. ഞാനിപ്പം മരിച്ച 15 മുതൽ ഇങ്ങോട്ടുള്ളത് പറഞ്ഞാൽ മതി. ഉസ്താദ് എന്നെക്കാളും എത്ര കൊല്ലം കൂടുതൽ പറയേണ്ടി വരും? നിങ്ങൾ ചിന്തിക്ക്. എന്റെ മനുഷ്യന്മാരെ ഉള്ള നേരത്തെ പോയ അത്രയും നല്ലത്. ഷഹീദിന്റെ കൂലി കിട്ടും. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒക്കെ പറഞ്ഞു അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുമ്പോഴും വെറുതെ പോകരുത്, അന്തസ്സോടെ പോകണം. ജീവിക്കുമ്പോൾ മാത്രമല്ല അന്തസ്സോടുകൂടി ജീവിക്കേണ്ടത്, മരിക്കുമ്പോഴും അന്തസ്സുള്ളവനെ പോലെ മരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തസ്സുള്ളവനെ പോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഈ സദസ്സിരിക്കണ ആർക്കെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയില്ലേ? അറിയാം. പിന്നെന്തിനാ മരിക്കാൻ കിടക്കണ മനുഷ്യൻ്റെ ഒക്കെ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം? മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു കൊടുക്കണം. ഓൻ അറിയാഞ്ഞിട്ടാ, ഓർമ്മപ്പെടുത്താ. എന്റെ ചങ്ങായിമാരെ, മരിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടിട്ടല്ല മരിക്കേണ്ടത്. ആരെങ്കിലും അടുത്ത് വന്ന് നിന്ന് പറഞ്ഞു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് പറഞ്ഞിട്ടല്ല മരിക്കേണ്ടത്. മരിക്കുമ്പോ എങ്ങനെ മരിക്കണമെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ നെറ്റിയിൽ ഷഹാദത്ത് കലിമ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതാ മരണം. അസ്റായിലിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഷഹാദത്ത് കലിമ അങ്ങോട്ട് വായിക്കണം, എന്നിട്ട് പോകണം. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഗ്രഹണ്ട അത് വായിച്ചിട്ട് പോകാൻ ആഗ്രഹണ്ട? കൈവക്കിക്കേ. എന്താ പവർ! 3 കാര്യം ജീവിതത്തിൽ ചെയ്യും, നിനക്ക് അല്ലാഹു ആ ഭാഗ്യം തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. 3 കാര്യം ജീവിതത്തിൽ ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ. സമയമുണ്ടെങ്കിൽ പറയാം, എൻ്റെ വിഷയമല്ല. സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, 3 വിഭാഗത്തോട് അല്ലാഹു കരുണ കാണിക്കില്ല. അതിൽപ്പെട്ട ഒരു വിഭാഗം തൻ്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ ആ തെറ്റിനെ നിസാരമായി കാണുന്ന വാപ്പ, നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മോളെ, വിക്കാഹ് കഴിഞ്ഞിട്ടുള്ള വിളിയൊക്കെ മതി. നിന്റെ വാപ്പ എത്ര വിളിക്കാൻ തന്നിട്ടുണ്ട്? നിന്റെ വാപ്പ നിനക്ക് എത്ര വിളിക്കാൻ തന്നിട്ടുണ്ട്? കല്യാണത്തിന്റെ അന്നല്ലേ ആ മനുഷ്യനെ കണ്ടത്. ആ നല്ല വാപ്പയുടെ മകളായ നീ എന്താ ഇങ്ങനെ ആയിപ്പോയി? അപ്പച്ചി, നീ നിന്റെ ഭാര്യ അടുത്ത് എത്ര വിളിച്ചിട്ടുണ്ട്? ഉമ്മാനെ മണിയറയിൽ വെച്ച് കണ്ട എത്രയോ ചെറുപ്പക്കാരുണ്ടല്ലേ? ഇത്രയും നല്ല ജീവിതം നിനക്ക് അല്ലാഹു തന്നിട്ട് നിനക്ക് മക്കളെ കിട്ടിയപ്പോ നീ തലതിരിഞ്ഞു പോയല്ലോ. അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ 3 സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ 3 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, വെറുതെ കിട്ടില്ല. സ്വാലിഹായ സന്താനത്തിന് നിനക്ക് വെറുതെ കിട്ടില്ല. അതാ ഭാര്യയും ഭർത്താവും മണിയറക്കകത്ത് കയറിയിട്ട് പടച്ചവര് അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം പൂവണിയാ സമയങ്ങളായി. ആ സമയത്ത് അവർ ചെയ്യേണ്ട 3ാമത്തെ കാര്യം എന്തെന്നറിയുവോ? റബ്ബി ഹബിലി മിനസ്സാലിഹീൻ. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ച റബ്ബിനോട് ദുആ ചെയ്യണമല്ലാ. ഞങ്ങൾ 2 പേരും ജീവിതത്തിന് തുടക്കം കുറിക്കുകയാ. പടച്ചവരെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങൾ ഞങ്ങൾക്ക് തരണേ എന്ന് ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുമ്പോ, ദുആ ചെയ്തിട്ട് മക്കളെ വാങ്ങണം, ദുആ ചെയ്തിട്ട് മക്കളെ വാങ്ങണം. അങ്ങനെ ഒരു വാപ്പ ഒരു മകനെ വാങ്ങി. വാപ്പ ദുആ ചെയ്തിട്ട് തുടങ്ങിയിട്ടൊരു പൊന്നുപോലെ കിട്ടി. ഏത് പൊന്നുമോനെന്നറിയുവോ? ആ മകന്റെ ചരിത്രം വായിക്കുമ്പോ ഒരു മനുഷ്യനും കരയാതിരിക്കാൻ പറ്റൂല. ആ പൊന്നുമോന്റെ ചരിത്രം വായിക്കുമ്പോ ഏത് കഠിന ഹൃദയമുള്ളവന്റെയും കണ്ണും നിറയുമല്ലോ, അവന്റെ മനസ്സൊന്ന് പതറുമല്ലോ. ഏത് വാപ്പയാ ദുആ ചെയ്തത്? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. 9 വയസ്സുള്ള മറിയം ബീവി പടച്ചവന്റെ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുമ്പോ സക്കരിയാ നബി അലൈഹിസ്സലാം പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആ സമയത്തെങ്ങും കിട്ടാത്ത, ആ നാട്ടിലെങ്ങും കിട്ടാത്ത പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് സക്കരിയാ നബി ചോദിച്ചു, ഖാല യാ മറിയം അന്നാ ലകി ഹാദാ? ഖാല ഹുവ മിൻ ഇൻദില്ലാഹ്.
മോളെ മറിയമേ, ഈ പഴങ്ങൾ എവിടെ നിന്നാണ് മറിയമേ? ഇതൊന്നും ഈ നാട്ടിൽ കിട്ടില്ലല്ലോ, ഈ സമയത്ത് ഉണ്ടാകുന്ന പഴങ്ങളല്ലല്ലോ, എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോ മറിയമെന്ന പൊന്നുമോൾ അവിടെ നിന്ന് പറഞ്ഞ പടച്ച റബ്ബെനിക്ക് തന്നതാ. സക്കരിയാ നബി അലൈഹിസ്സലാം അവിടെ നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്നൊരു ദുആ ചെയ്തു ഖുർആൻ പറയുന്നുണ്ട്. സക്കരിയാ നബി അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹ് സ്വാലിഹായ സന്താനത്തെ എനിക്ക് തരണേ അല്ലാഹ്. എത്ര കൊല്ലമായി പടച്ചവര് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു സന്താനത്തെ തരണേ എന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുത്തു. പെങ്ങള് അല്ലാഹു കൊടുത്ത ചെറുപ്പക്കാരാ, അല്ലാഹു പടച്ചവനെ സക്കരിയാ നബിക്ക് ഒരു പൊന്നുമോനെ കൊടുത്തു. വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായി 20 കൊല്ലമായി മക്കളില്ലെന്ന് പറഞ്ഞു കണ്ണുനീര് കുടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ പ്രതീക്ഷ കൈവിടണ്ടടാ, പ്രതീക്ഷ കൈവിടണ്ട ചെറുപ്പക്കാരാ. അല്ല കഴിവുള്ളവനാ, അല്ല കഴിവുള്ളവരാ. എത്രാമത്തെ വയസ്സിലാ കൊടുത്തത്? എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുന്നു 120 വയസ്സാണെന്ന് പറയുന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് 99 വയസ്സാ. അതാ ഭർത്താവ് ഭാര്യയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, പെണ്ണ് നമുക്കൊരു പൊന്നുമോന് ജനിക്കാൻ പോവുകയാ. അവിടെ നിന്ന് ഭാര്യ ചോദിച്ചു, ഈ വയസ്സാകാലത്തോ? എന്റെ പ്രിയമുള്ളവര് സക്കരിയാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ട് അവിടെ നിന്നൊരു പൊന്നുമോനെ വാങ്ങി. ആ മകന്റെ പേരെന്തെന്നറിയുമോ? ആ മകന് പേരിട്ടത് അല്ല തന്നെയാ. ആ മകന് പേരിട്ടത് പടച്ച റബ്ബ് തന്നെയാണ്, യഹ്യാ നബി അലൈഹിസ്സലാം. അള്ളയാണ് യഹ്യ എന്ന് പേരിട്ടത്. പടച്ച റബ്ബേ, യഹ്യ എന്ന പൊന്നുമോൻ ചരിത്രം പറയുകയാ. 11ാമത്തെ വയസ്സിലെ വാപ്പ നോക്കിയപ്പോ തന്റെ പൊന്നാര മകനെ കാണുന്നില്ല. കരഞ്ഞു കരഞ്ഞ് വയസ്സാകാലത്ത് പടച്ച റബ്ബ് കൊടുത്ത് സമ്മാനമാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു നടന്നു. അവസാനം തന്റെ പൊന്നുപോലെ കാണാതെ വന്നപ്പോ പാതിരാത്രി സക്കരിയാ നബി പടച്ചവര് ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എത്ര കൊല്ലം കരഞ്ഞിട്ട് എനിക്ക് തന്നതാ പടച്ചവര്, കണ്ട് കൊതി തീർന്നില്ല പടച്ചവര്. എനിക്കവനെ വേണം നമ്പുരാറ്, എനിക്കവനെ കാണണം പടച്ചവര്. പടച്ചവന്റെ പള്ളിയുടെ മുന്നിൽ നിന്ന് ദുആ ചെയ്തിട്ട് സക്കരിയാ നബി തന്റെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ അതാ മയ്യത്തുകൾ കബറടക്കുന്ന ശ്മശാനത്തിന്റെ ഭാഗത്തുകൂടെ നടന്നു വരുമ്പോ പാതിരാത്രി ഒരു കുഞ്ഞിരുന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ. പള്ളിക്കാട്ടിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ. സക്കരിയാ നബി അലൈഹിസ്സലാം കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആരാ കരയുന്നത്? അല്ലാഹുവേ, പഴക്കം തന്നെ ഇടിഞ്ഞ കബറിനകത്തിരുന്നൊരു കുഞ്ഞ് കരയുകയാ. സക്കരിയാ നബി ചെന്ന് നോക്കുമ്പോ കരയുന്നത് ആരെന്നറിയുവോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ യഹ്യ. 11 വയസ്സുള്ള പൊന്നുപോര് കബറിനകത്തിരുന്ന് പൊട്ടിക്കരയുകയാണ്. വാപ്പ ചോദിച്ചു, മോരെ എന്തിനാ മോരെ, എന്റെ പൊന്നുമോൻ എന്തിനാ ഇതിനകത്ത് വന്നിരുന്ന് കരയുന്നത്? ആ സമയത്ത് വാപ്പയുടെ ഹൃദയത്തിനകത്ത് തറയ്ക്കുന്ന ഒരു മറുപടിയാണ്. 11 വയസ്സുള്ള പൊന്നുപോര് വാപ്പ ചോദിച്ചു, എന്തിനാ മോരെ കബറിനകത്ത് വന്നിരുന്ന് കരയുന്നത്? കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, അവസാനം വന്ന് കിടക്കേണ്ടത് ഇതിനകത്തല്ലേ ഉപ്പോ? സക്കരിയാ നബിയുടെ കണ്ണ് നിറഞ്ഞുപോയി. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, യഹ്യാ നബി അലൈഹിസ്സലാം സുജൂദിൽ കിടന്നാ പിന്നെ എഴുന്നേക്കാറില്ല. അങ്ങനെ കിടന്ന് കരയുമായിരുന്നു. അവസാനം പെറ്റുമ്പോ ചെന്നിട്ട് പൊന്നുമോനെ ഇങ്ങനെ പിടിച്ചുയർത്തുമായിരുന്നു. പൊന്നുമോനെ ഇങ്ങനെ പിടിച്ചുയർത്തുമ്പോ കണ്ണിൽ നിന്ന് വീണ് കണ്ണീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ലുപോലും കിളിച്ചു വരുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ കരഞ്ഞ് കരഞ്ഞ് മുഖത്തുകൂടെ കണ്ണുനീരൊലിച്ചൊലിച്ച് മുഖത്തെ തൊലിയെല്ലാം പോയിട്ട് അല്ലാഹുവേ, മുഖത്തൊരു ദ്വാരമുണ്ടായിരുന്നു. അണപ്പല്ല് വെളിയിൽ കാണുമായിരുന്നു, അണപ്പല്ല് വെളിയിൽ കാണുമായിരുന്നു. അതുപോലെ കരച്ചലാ. അമ്മയ്ക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പൊന്നുമോന്റെ മുഖം മറയ്ക്കാറ്, പൊന്നുമോന്റെ മുഖം മറയ്ക്കാ ഒരു തോലിന്റെ ഒരു തോല് കൊണ്ട് ഇങ്ങനെ ഉമ്മ മുഖത്തിനാൻ ഒരു മറയുണ്ടാക്കി കൊടുത്തു. പടച്ച റബ്ബേ,
ആ ഉണ്ടാക്കിയ മറ പോലും കണ്ണീര് കൊണ്ട് നനയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ വെറുതെ കിട്ടൂല ചെറുപ്പക്കാരാ, വെറുതെ കിട്ടൂല ചെറുപ്പക്കാരാ. മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവരെ ഈന്തപ്പനമരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പക്ഷി തന്റെ വായ്ക്കകത്ത് ഭക്ഷണം വെച്ചുകൊണ്ട് പറന്നു വരികയാ. എന്നിട്ട് തന്റെ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ആ ഭക്ഷണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ ഹന്നത്ത് ബീബി അല്ലാഹുവോട് അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അവിടുന്ന് ദുആ ചെയ്തെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. മക്കളെ വേണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ആഗ്രഹമുണ്ടോ എങ്കിൽ എന്റെ പൊന്നുമോനെ ദുആ ചെയ്തോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിനെ പടച്ചവരോട് ദുആ ചെയ്തു. ഈ ദുആ ചെയ്യുന്ന ഭർത്താവിനും ഭാര്യയ്ക്കും നാളെ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് സ്വാലിഹായ സന്താനം ലഭിക്കണമെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഭാര്യയും ഭർത്താവും ദുആ ചെയ്തു. ഇനി പെട്ടെന്ന് കടക്കാം വിഷയത്തിലേക്ക്. എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്തു കഴിഞ്ഞു. രണ്ടുപേരും കുടുംബ ജീവിതത്തിലേക്ക് കടന്നു. ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് 12 മര്യാദകളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ പാലിക്കേണ്ട 12 അദബുണ്ട്. 12 അദബൊന്നും ഞാൻ പറയണില്ല, 3 എണ്ണം പറഞ്ഞുതരാം. 3 അദബ്, ഏറ്റവും കുറഞ്ഞത് ഇത് 3എങ്കിലും ചെയ്യണം. 1, നീ തുടങ്ങുമ്പോ ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സലാത്ത് പറ മനുഷ്യന്മാരെ, ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബിസ്മി പറഞ്ഞില്ലെങ്കിലുള്ള ഭവിഷ്യത്ത് എന്താ? ചില മക്കള് വൃത്തികേടുകൾ കാണിക്കുമ്പോ ചോദിക്കും, ഇവൻ എന്താടാ ശൈത്താന്റെ സ്വഭാവമാണോ? ആ ചോദ്യം വെറുതെ അല്ല, ആ ചോദ്യത്തിന് അർത്ഥമുണ്ട്. മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ ചോദിക്കും, ഇവനെന്താടാ ശൈത്താന്റെ സ്വഭാവമാണോ ഇവക്കെന്ന്. ആ ചോദ്യത്തിന്റെ മഹത്വം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബിസ്മി പറയാതെ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചാൽ ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്ന് ഭക്ഷണം തിന്നുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും മക്കളും കൂടെ കൂടെ തിന്നും, ഇല്ലേ? അപ്പോ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറയാതെ തുടങ്ങിയാൽ ശൈത്താനും നിന്റെ കൂടെ കൂടും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. മക്കള് ശൈത്താന്റെ സ്വഭാവം കാണിക്കാനുള്ള കാരണം നീ ബിസ്മി പറഞ്ഞു തുടങ്ങിയില്ല, അതുകൊണ്ട് ഓനും കൂടെ കയറി. അതന്നെ. അപ്പൊ 2, ഒന്നാമത്തെ അദബ്, ഞാൻ ആരെയും ടെൻഷൻ എടുപ്പിക്കാൻ പറഞ്ഞല്ല. രണ്ടാമത്തെ കാര്യം, ഒരു ദുആ ഉണ്ട് ബന്ധപ്പെടുന്ന സമയത്ത്. അത് പിന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. 3-ാമത്തെ കാര്യം, നിങ്ങളുടെ ഔറത്തുകൾ പരസ്പരം കാണാൻ പാടില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ ഞാൻ കെട്ടിയത് എനിക്കല്ലാതെ പിന്നെ ആർക്ക് കാണാനുള്ളതല്ലേ? എന്റെ പ്രിയമുള്ളവരെ, കാണാൻ പാടില്ല. സൂറത്തുൽ ആറാഫിന്റെ 38-36 ആയത്തുകൾ എടുത്ത് നോക്ക്. പരസ്പരം ഔറത്ത് കാണാൻ പാടില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. 1.5 മാസമായി. പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു ആണിനോടും പെണ്ണിനോടും നാട്ടുകാർ മുഴുവനും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കാറ്? എന്താ മനുഷ്യന്മാരെ ചോദിക്കാറ്? കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനോടും പയ്യനോടും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ? ഓ അടച്ചവനെ, ഒന്നും അറിയാത്ത മലക്കുകൾ, കഷ്ടമോ ഇല്ല. നിങ്ങളോടങ്ങ് ആരും ഒന്നും ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്തറിയോ? വിശേഷമായില്ലേ? വിവാഹം കഴിഞ്ഞ ഏതൊരു ആണിനോടും പെണ്ണിനോടും 1.5 മാസം 2 മാസം കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും, വിശേഷമായില്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയം ഒരു ഭർത്താവ് എന്താണ് ചെയ്യേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയത്ത് ഒരു ഭർത്താവ് എന്തേ ചെയ്യേണ്ടത്? ഇന്നത്തെ ചെറുപ്പക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന് കല്യാണമെല്ലാം കഴിഞ്ഞ് 1.5 മാസമായി. പെട്ടെന്ന് ഇങ്ങനെ എരുമേലി നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് കോള് വരുന്നു. ഭാര്യ വിളിച്ചൊക്കെ ഓടി വായിക്ക, അത്യാവശ്യം ഹോസ്പിറ്റലിലുണ്ട് അല്ലെങ്കിൽ വീട്ടിലുണ്ട്, പെട്ടെന്ന് വാ. എന്താ പെണ്ണെ? വാ, ഒന്നുമില്ല, വാ, ഇങ്ങോട്ട് വാ. പെട്ടെന്ന് ഫോൺ. ഇവൻ പറന്നു പോവാ, ബൈക്ക് കൊടുത്തിട്ട് പാഞ്ഞങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സാധനം അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണ്. അപ്പൊ അവന് മനസ്സിലായി ഇവക്കൊന്നും പറ്റിയിട്ടില്ല, പഠിച്ചവന് പിന്നെ ആരാ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പെണ്ണിനോട് ചോദിക്കുക, എന്തേ വിളിച്ചത്? ഇവള് ചിരിക്കുക. രണ്ടാമതും ചോദിച്ച്, എന്തേ പെണ്ണ്? ദേശീയത്തോട് എന്തേ? എന്നിട്ട് ഇവളെ ചിരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടു. ആദ്യത്തെ പെണ്ണാണെങ്കിൽ
കല്യാണം കഴിഞ്ഞ ആദ്യത്തെ മണവാട്ടിയാണെങ്കിൽ അവളിങ്ങനെ ചിരിക്കും. പടച്ചോനെ, അപ്പോഴാണ് ഉമ്മാന്റെ അടുക്ക പോയി ചോദിക്കുക, എന്തേ ഉമ്മ അത്യാവശ്യം വിളിച്ചത്? അപ്പൊ ഉമ്മ പറയണൊരു മറുപടി ഉണ്ട്, മോനെ അവക്ക് വിശേഷം ഉണ്ടടാ, അവക്ക് വിശേഷം ഉണ്ടടാ. എന്റെ പ്രിയമുള്ളവരെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ ഇന്നത്തെ ചെറുപ്പക്കാര് ചെയ്യേണ്ടത് മൊബൈൽ അങ്ങോട്ട് എടുത്തിട്ട് വാട്സപ്പ് അങ്ങോട്ട് എടുത്തിട്ട്, അടിയാ വൈകിട്ട് കാണണം, അവിടെ ലോട്ടറി അടിച്ച് ചെലവുണ്ടടാ. ഇതവസ്ഥ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ചെറുപ്പക്കാരെങ്ങനെ എങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോ ഒരു ഭർത്താവ് എന്ത് ചെയ്യണം, ഒരു ഭാര്യ എന്ത് ചെയ്യണം? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപഠിക്കണം. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വ പെണ്ണുങ്ങൾക്കും കണ്ടുപഠിക്കാൻ അള്ളാഹുവിന്റെ ഖുർആൻ രണ്ട് പെണ്ണുങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്. ഏതാണ് ആ പെണ്ണുങ്ങളെന്നറിയുമോ? ഒന്ന് ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പടച്ചറപ്പിനോട് ബൈതും ഫിൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം തരണേ എന്ന് ചോദിച്ചിട്ട് പോയാ അല്ലാഹുവിന്റെ റസൂൽ നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ആസിയ. രണ്ടാമത് ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവേ, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ മറിയം എന്ന പെണ്ണിനെ കണ്ടുപഠിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞു തരുമ്പോ ഇതുപോലെ ഒരു പെണ്ണാകാ കാരണമെന്താ? അല്ലാഹുവേ, മറിയം ബീബിക്ക് ഇത്ര മഹത്വം കിട്ടാറുള്ള കാരണമെന്താ? എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയായ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ അവിടുന്ന് ഗർഭിണിയാണെന്ന് മനസ്സിലാകുമ്പോ, അവിടുന്ന് ഗർഭിണിയാണെന്ന് മനസ്സിലാകുമ്പോ ഹന്നത്ത് ബീബി അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിനെ നിന്റെ പള്ളിക്ക് ഞാൻ നേർച്ച ചെയ്യുന്നു അല്ലാഹ്. അന്നങ്ങനായിരുന്നു പെങ്ങള്. ഹന്നത്ത് ബീബി പടച്ചുറപ്പിനോട് പറഞ്ഞു, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിനക്കുള്ളതാ അല്ലാഹ്. ചില ചെറുപ്പക്കാര് ഉസ്താദന്മാരുടെ കയ്യിൽ പിടിച്ചിട്ട് പറയാറുണ്ട്, ഉസ്താദേ, എന്റെ ഭാര്യ ഗർഭിണിയാ. അല്ലാഹുവേ, ആൺകുഞ്ഞാണെങ്കിൽ അവനെ ഹാഫിളാക്കണം ഉസ്താദ്. നല്ല നീയത്താ ചെറുപ്പക്കാരാ, മുൻഗാമികൾ ചെയ്ത നീയത്താ പൊന്നുപോര്. എന്റെ പ്രിയമുള്ള പെങ്ങള്, അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്ന് നിനക്ക് മനസ്സിലായ നീ പറയേണ്ട കാര്യം എന്തെന്നറിയുമോ? യദൂലഹു ഔലാദൻ സ്വാലിഹാ. നീ ഒരു വാപ്പയാണെന്ന് തിരിച്ചറിയുമ്പോ പൊന്നുമോനെ, നീ റബ്ബിനോട് പറയണമല്ലാ, ഇതിന് സ്വാലിഹായ സന്താനങ്ങളിൽ പെടുത്തണേ അല്ലാ. എന്റെ കണ്ണിന് കുളിർമയാകുന്ന, എന്റെ കണ്ണിന് കുളിർമയാകുന്ന മക്കളാക്കി തരണേ അല്ലാ. അങ്ങനെ ആക്കി തന്ന വനകൂന മിനശാകിരീൻ, ഞാൻ നിന്നോട് നന്ദി കാണിക്കും പടച്ചവര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മോനെ, നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് മനസ്സിലാകുന്ന സമയത്ത് പെങ്ങളെ ഭർത്താവ് അടുത്തില്ല, വിദേശത്താ, എങ്കിലും നീ പറയണം, വയദൂലഹു ഔലാദൻ സ്വാലിഹാ, അതിനെ സ്വാലിഹായ സന്താനങ്ങളിൽ പെടുത്തണേ എന്ന് ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നല്ല മക്കളെ വെറുതെ കിട്ടൂല, സ്വാലിഹായ മക്കളെ വെറുതെ കിട്ടൂല. അതുകൊണ്ട് നാലാമത്തെ കാര്യം, നിന്റെ ഭാര്യ ഗർഭിണിയായെന്ന് തിരിച്ചറിയുമ്പോ നീ അത് സ്വാലിഹായ സന്താനമാക്കി തരാൻ ദുആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.